ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വിജയം എന്ന കാര്യത്തിൽ തർക്കമില്ല. രാജീവ് ചന്ദ്രശേഖറിന് അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണിത്. കാരണം അദ്ദേഹം നേതൃനിരയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് പല മുതിർന്ന നേതാക്കളെയും പരിഗണിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് ആളുകളെ മാത്രം വെച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പാർട്ടി മാറുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹം കേട്ടിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയാണ് ഈ 3 സീറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആദ്യഘട്ടത്തിൽ 12 സീറ്റുകൾ വരെ ബി.ജെ.പി നേടാം എന്ന വിലയിരുത്തൽ, അല്ലെങ്കിൽ എൻ.ഡി.എ നേടാം എന്ന വിലയിരുത്തൽ എൻ.ഡി.എക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് നേമത്തേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. കാര്യമായ ഒരു പോരാട്ടം നേമത്തും പാലക്കാടുമൊക്കെയായി മാത്രം ചുരുങ്ങിയിരുന്നു. പിന്നീട് ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് നേമം മാത്രം, ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം അല്ലെങ്കിൽ വോട്ടെണ്ണൽ നടക്കുന്ന ഘട്ടത്തിൽ പോലും നേമത്ത് മാത്രമാണ് ഒരു കൺസിസ്റ്റൻസി പല ഘട്ടങ്ങളിലും നടത്താൻ ബി.ജെ.പിക്ക്. അത് ഏറ്റവും അവസാന റൗണ്ടിലേക്കൊക്കെ എത്തുമ്പോഴാണ് ചാത്തന്നൂരും അതോടൊപ്പം തന്നെ ഈ വട്ടിയൂർക്കാവും ഒക്കെ കഴക്കൂട്ടവും ഒക്കെ കയറി വരുന്നത്. അതെന്തായാലും ഈ വോട്ട് ഷെയറിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ 12%-ലധികം വോട്ട് ബി.ജെ.പിക്ക് നേടാനായിട്ടുണ്ട്, എൻ.ഡി.എക്ക് നേടാനായിരുന്നു. പക്ഷേ അത് 2026 എത്തുമ്പോൾ 11.42 ചുരുങ്ങുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ FCRA പോലുള്ള നിയമവശങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങൾ, തിരുവല്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ ഈ പാലാ പോലുള്ള സ്ഥലങ്ങൾക്കൊക്കെ തിരിച്ചടി ഉണ്ടായി. ന്യൂനപക്ഷ വോട്ടുകൾ ബി.ജെ.പി പ്രതീക്ഷിച്ചത്ര ക്രൈസ്തവ വോട്ടുകളൊന്നും കാര്യമായി തന്നെ ബി.ജെ.പിയിലേക്ക് എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ഷിഫ്റ്റുകൾ, ഈ അവർക്ക് നിരന്തരമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ ഒരു പക്ഷേ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അതും ആ വോട്ടുകൾ മറ്റിടങ്ങളിലേക്ക് ഷിഫ്റ്റായി പോകാനുള്ള സാധ്യതയും കണക്കാക്കുന്നുണ്ട്. അതെല്ലാം അവർ വിശദമായി വിലയിരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനെല്ലാം അപ്പുറത്താണ് ഈ 3 സീറ്റുകളിലെ വിജയം. ആ വിജയം ആഘോഷിക്കാനാണ് അവരുടെ തീരുമാനം. കഴക്കൂട്ടത്ത് നിന്ന് വി മുരളീധരൻ 20 വോട്ടിന് ജയിക്കുന്നു. അതോടൊപ്പം അവരുടെ അധ്യക്ഷൻ നേമത്ത് നിന്ന് 4098 വോട്ടുകൾക്ക് ജയിക്കുന്നു. അത് വളരെ 5000-നോട് അടുത്ത്, അതായത് ഒരിക്കൽ പൂട്ടിയ അക്കൗണ്ട് അത് വീണ്ടും തുറക്കുന്നു എന്ന് മാത്രമല്ല, അത് കേവലം നിസ്സാര ഭൂരിപക്ഷത്തിനല്ല, 5000-നടുത്ത് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരനാകുന്നു. ഒപ്പം ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്ന് ജയിക്കുന്നു. അത് 3ഇടത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെയാണ് ബി.ജെ.പി വിജയിച്ച് കയറിയത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് പലയിടങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളുണ്ട്. മറ്റൊന്ന് ആ എൻ.ഡി.എ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 19 ഇടങ്ങളിലാണ് 2020 മത്സരിച്ചത്. അതിൽ 9 ഇടങ്ങൾ എറണാകുളത്തായിരുന്നു. അവിടെ എങ്ങും ഒരിടത്തിൽ 2020യുടെ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കിഴക്കമ്പലത്ത് പോലും ഒരു ചലനവും ഉണ്ടാക്കാൻ സാബുവും ജേക്കബിനും കൂട്ടർക്കും ആയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.